സവർണന് വേണ്ടിയല്ല. അപ്പോൾ സ്വന്തം പേരിന്റെ വാല് മുറിച്ചു. മന്നത്ത് പത്മനാഭ പിള്ള മുറിച്ചു മന്നത്ത് പത്മനാഭനായി. MP മന്മഥൻ നായർ മുറിച്ച് MP മന്മഥനായി. കേരള ഗാന്ധിയായ കേളപ്പൻ നായർ മുറിച്ച് കേളപ്പനായി. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഞാനതൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. പക്ഷേ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ വാല് മുറിച്ചില്ല. EMS നമ്പൂതിരിപ്പാട് ബാക്കിയെല്ലാം മുറിച്ച് നമ്പൂതിരിപ്പാട് മാത്രം നിർത്തി. EK നായനാർ പേര് കളഞ്ഞില്ല, ജാതി മാത്രം നിർത്തി. അച്യുത മേനോൻ, സുരേഷ് കുറുപ്പ്, P കൃഷ്ണപിള്ള ഇവരാരും ജാതി മുറിച്ചില്ല. അപ്പോൾ ജാതി ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ നടപ്പിലാക്കിയ ഇവിടുത്തെ സവർണനെ ശത്രുപക്ഷത്ത് കണ്ടുകൊണ്ട് ഇവിടെ ഈഴവനെ സംരക്ഷകർ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശ്രമിച്ചത്. അതിനുവേണ്ട ബ്രെയിൻ വാഷ് നടത്തി, ആടിനെ പട്ടിയാക്കി. അങ്ങനെയാണ് ഈഴവ സമുദായത്തിന്റെ നേതാക്കൾ ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിന്നില്ലെങ്കിൽ ഈഴവ സമുദായം സവർണ മേധാവിത്വം വിഴുങ്ങിക്കളയും എന്ന് പേടിപ്പിച്ചു. ഈ ഭയത്തിലാണ് ഈഴവ സമുദായം ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് അടിമകളായി മാറിയത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് കുത്തുന്ന യന്ത്രങ്ങൾ മാത്രമാണ് ഈഴവർ. തലമുറകളായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് കുത്തുക എന്നുള്ള അടിമപ്പണിയാണ് ഈഴവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ ഒരിക്കൽ പറഞ്ഞ ഒരു നിർവചനമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറിച്ച്. അദ്ദേഹം പറഞ്ഞൊരു നിർവചനം ഇതാണ്: ജനിച്ച ഈഴവൻ മുഴുവനും നശിച്ച നായരും പിഴച്ച ക്രിസ്ത്യാനിയും ചേരുന്നതാണ് കമ്മ്യൂണിസം. അത് മന്നത്ത് പത്മനാഭന്റെ കാലത്താണ്. മന്നത്ത് പത്മനാഭന്റെ കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുസ്ലിങ്ങൾ ചേരുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹം മുസ്ലിമിനെ വിട്ടത്. പക്ഷെ ഇന്നിപ്പോ പാൽപ്പാട പോലെ മുകളിൽ മുഴുവൻ മുസ്ലിം, അടിയിൽ ഓട്ടുകുത്തി അടിമകളായിട്ട് ഈഴവൻ. ഇതാണ് അവസ്ഥ. എന്നാൽ ഈ അവസരത്തിലാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി SNDPയുടെ നേതൃസ്ഥാനത്ത് വന്നത്. വെള്ളാപ്പള്ളി നടേശനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിമകളിൽ നിന്നല്ല ഒരു വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി SNDPയുടെ നേതൃത്വത്തിലേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹത്തെ കുരുക്കാൻ വേണ്ടി നിരവധി ക്രിമിനൽ കേസുകൾ എടുത്തു. ആ കേസുകളൊക്കെ ഒന്നും ചെയ്യാതെ അലമാരിയിൽ പൂട്ടിവെച്ച് പേടിപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് പിണറായിയെ വരട്ടും. ഞങ്ങള് ആ സ്വാമിയെ കൊന്ന കേസ് പുറത്തെടുക്കും, ഞങ്ങള് മൈക്രോ ഫിനാൻസ് കേസ് പുറത്തെടുക്കും, ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വരട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ വരട്ടുമ്പോഴെങ്കിലും ഈഴവ സമുദായം അത് തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്, ഞങ്ങളെ കത്തിമനയിൽ നിർത്തിയിരിക്കുകയാണ്, ഞങ്ങളെ തോക്ക് ചൂണ്ടി പേടിപ്പിക്കുകയാണ്, ഞങ്ങളെ ഭയപ്പെടുത്തി വോട്ട് ചെയ്യിക്കുകയാണ്. ഇത് എത്ര കാലം സഹിക്കും? ഇടയ്ക്കിടയ്ക്ക് വെള്ളാപ്പള്ളി പൊട്ടിത്തെറിക്കും. എന്തായാലും അദ്ദേഹത്തിന്റെ മകന്റെ നേതൃത്വത്തിൽ BDJS എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി. അതിനെ ഇടതുപക്ഷത്തേക്ക് വിട്ടില്ല, UDFിലേക്കും വിട്ടില്ല, BJPയോടൊപ്പം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു വലിയ ഘടകകക്ഷിയാക്കി മാറ്റി. അവിടെ അജണ്ട വളരെ വ്യക്തമാണ്. ഏതായാലും ഈ ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കവേ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിന് തോന്നി ഈഴവർ എന്നും അടിമകളായി തന്നെ നിന്നോളും. അതുകൊണ്ട് ജനിച്ച ഈഴവൻ അത്രയും ഒരു ആജന്മ ദൗത്യം എന്നതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തു കൊള്ളണം എന്നുള്ള അപ്രഖ്യാപിതവും പ്രഖ്യാപിതവുമായിട്ടുള്ള നിയമം അവർ അടിച്ചേൽപ്പിച്ചു. ഇപ്പൊ MV ഗോവിന്ദൻ പറയുന്നില്ലേ, ഈഴവൻ എന്തിനാണ് മാറി വോട്ട് ചെയ്തത്, BJPയുടെ കൂടെ പോയത് എന്തിനാണ്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? എടാ, നീയൊക്കെ അടിമയായി എന്നും വോട്ട് കുത്തി ഞങ്ങളെയൊക്കെ അധികാരത്തിലേറ്റേണ്ട അടിമകളല്ലേ, നിങ്ങൾ എന്തിനാടാ വേറെ പണിക്ക് പോകുന്നത്? ആ ധിക്കാരമല്ലേ MV ഗോവിന്ദന്റെ ഒക്കെ വാക്കുകളിൽ വരുന്നത്, പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ വരുന്നത്. പക്ഷേ നേതൃത്വം പറഞ്ഞാലും ഇല്ലെങ്കിലും, വെള്ളാപ്പള്ളി നടേശൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, ഇവിടുത്തെ ഈഴവ സമുദായ അംഗങ്ങൾ ഇന്ന് കേരളത്തിലെ ഹൈന്ദവ വിഭാഗത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നേടിയ ശക്തിയായി മാറി. നമ്മൾ ഇന്ന് ഈഴവരുടെ വിവാഹങ്ങൾ കണ്ടു നോക്കൂ, നമ്മൾ ഇന്ന് ഈഴവരുടെ ബിസിനസ് കണ്ടു നോക്കൂ, നമ്മൾ ഇന്ന് ഈഴവരുടെ വ്യവസായം കണ്ടു നോക്കൂ, നമ്മൾ ഇന്ന് ഈഴവരുടെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ കണ്ടു നോക്കൂ. അവരോട് മത്സരിക്കാൻ കേരളത്തിലെ നായർക്ക് കഴിയില്ല, നമ്പൂതിരിക്ക് കഴിയില്ല, വിശ്വകർമ്മർക്ക് കഴിയില്ല, പട്ടികജാതിക്കാർക്കും കഴിയില്ല. അപ്പോൾ കേരളീയ ഹിന്ദു സമൂഹത്തിന്റെ ഏറ്റവും വലിയ മജോറിറ്റി, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി,
ഏറ്റവും വലിയ വിദ്യാഭ്യാസ ശക്തി, ഏറ്റവും വലിയ വ്യാവസായിക ശക്തി, ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി അത് ഈഴവ സമുദായമാണ്. അതായത് തീയ സമുദായം, ബല്ലവ ഉൾപ്പെടെയുള്ള ഈഴവ സമുദായമാണ്. അപ്പൊ SNDP എന്ന് പറയുന്ന ശക്തമായ സംഘടനയെ കൊത്തി നുറുക്കി പലതാക്കി കീറി മുറിക്കാൻ പല ശ്രമങ്ങളും പലരും അന്നു മുതൽ ഇന്ന് വരെ നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. അതിശക്തനായ ഒരു നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശനുണ്ട്. അതിശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കയ്യിലുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുമായിട്ട് അതിന് സഖ്യമുണ്ട്. ആവശ്യത്തിന് പണം കയ്യിലുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. അപ്പോൾ പിന്നെ അടിമച്ചങ്ങല പൊട്ടിച്ചെറിഞ്ഞുകൂടെ എന്നുള്ള ചിന്തയാണ് ഇന്ന് ഈഴവ സമുദായത്തെ നിലപാടുകളിലെ മാറ്റത്തിലേക്ക് നയിച്ചത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോ വളരെ വ്യക്തമായിട്ടുള്ള ഈഴവ വോട്ട് ഷിഫ്റ്റ് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ വലിയ ശതമാനം കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും BJPക്കാണ്, ദേശീയ ജനാധിപത്യ സഖ്യത്തിനാണ്. അതുകൊണ്ടാണ് ശ്രീ സുരേഷ് ഗോപി ഇന്ന് ജയിച്ച് മന്ത്രിയായത്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത്, ആറ്റിങ്ങലില്, ആലപ്പുഴയില്, പത്തനംതിട്ടയില്, പാലക്കാട് ഉൾപ്പെടെ കാസർഗോഡ് വരെ കേരളത്തില് വലിയ മുന്നേറ്റം BJP എന്ന പാർട്ടിക്ക് ഉണ്ടായത്. 11 അസംബ്ലി മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തേക്ക് BJP എത്തിച്ചത് തീർച്ചയായിട്ടും ഈഴവ സമുദായത്തിന്റെ വലിയ സംഭാവന കൂടി ചേർന്നിട്ടാണ്. അതുപോലെ 9 അസംബ്ലി മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് എത്തിച്ചു. ഇതിനേക്കാളൊക്കെ വലിയൊരു കാര്യം, 50 അസംബ്ലി മണ്ഡലങ്ങളിൽ 25,000-ൽ കൂടുതൽ വോട്ടുകൾ BJP നേടി. 25,000-ൽ കൂടുതൽ വോട്ട് നേടി എന്നുള്ളതല്ല അതിന്റെ യഥാർത്ഥ വസ്തുത. അതിന്റെ ഭീകരമായിട്ടുള്ള, ഗൗരവമായിട്ടുള്ള ഒരു കാര്യം ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നു. 50 അസംബ്ലി മണ്ഡലങ്ങൾ, അതിൽ 10,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് BJPക്ക് വിജയം നഷ്ടപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ജയിച്ച LDF അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയോട് ഒരു 5,000-ൽ താഴെ വോട്ട് പിടിക്കാൻ സാധിച്ചാൽ 50 അസംബ്ലി മണ്ഡലങ്ങളിൽ ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കും. അതില് ഒരു 20 അസംബ്ലി മണ്ഡലങ്ങളോളം ഇവിടെ BDJSന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കും. 30 അസംബ്ലി മണ്ഡലങ്ങൾ BJPയുടെ മറ്റ് സ്ഥാനാർത്ഥികൾ ജയിക്കും. എന്ന് പറഞ്ഞാൽ ഇന്ന് വന്നിരിക്കുന്ന അനുകൂല സാഹചര്യത്തിൽ മറ്റൊരു വസ്തുത കൂടി നമ്മൾ മറക്കരുത്, ക്രൈസ്തവ വോട്ടുകൾ. ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സംഘടനകൾ, PC ജോർജിന്റെ ജനപക്ഷം എന്ന് പറയുന്ന പാർട്ടി BJP ലയിച്ചു. അതുപോലെ തന്നെ സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്ന പാലാ കേന്ദ്രമാക്കിയിട്ടുള്ള കേരള കോൺഗ്രസ് മാണിയോടൊപ്പം ജോസഫിനോടൊപ്പം പ്രവർത്തന പാരമ്പര്യമുള്ള കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നുള്ള പേരിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടായിട്ടുണ്ട്. ധാരാളം പേര് അതിലൂടെ BJPയുമായി ബന്ധപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈഴവ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് വൻതോതിൽ വോട്ടുകൾ ഇന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് മാറുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഇര ആയി തീർന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്. അവർക്കാണ് ഭാരിച്ച നഷ്ടമുണ്ടായിരിക്കുന്നത്.